ഹലോ കൂട്ടുകാരെ, നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഷ്ടമിക്ക് വന്നേക്കും കേട്ടോ. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ? വാ പോവാം വീഡിയോയിലേക്ക്. അങ്ങനെ വഴിയിൽ നമ്മൾ നല്ലൊരു സ്ഥലം നോക്കി വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി പോവാം കേട്ടോ. ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് വൈക്കത്തപ്പനെ കാണാൻ പോവാം. സ്റ്റേജിൽ നല്ല ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കേട്ട് പോയി നോക്കിയപ്പോൾ വൈക്കത്തപ്പൻ ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുന്നുണ്ടായിരുന്നേ. 9 ആനകളുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം നമ്മൾ ആനയുടെ ഭംഗി ചെണ്ടോട്ടൊക്കെ കേട്ടു. അമ്പലത്തിൻ്റെ അകത്ത് കുറേ പിള്ളേരെ ബലൂണൊക്കെ വിറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. പ്രദക്ഷിണം വെച്ച് വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ 2 ആനകളെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവനൊരു ചെറിയ ആന കേട്ടോ. അവനിങ്ങനെ തലയും കൊണ്ട് ആട്ടി ആട്ടി ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ആനയായിരുന്നു കേട്ടോ. ആനകളൊക്കെ നടന്നുപോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാമെന്ന് ഓർത്തു. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. നാട്ടിലില്ലാത്തവർക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്കൊക്കെ ഈ ഉത്സവമൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയാട്ടോ നമ്മൾ ഈ വീഡിയോ ഫുള്ളും എടുത്തേക്കണേ. കൽപ്പാട്ടക്കടയും കമ്മലുകടയും ബജിക്കടയും പോക്കോണും മൈലാഞ്ചിയും ഉത്സവ കടകളൊക്കെ ഇതാട്ടോ മെയിൻ. അമ്പലത്തിലെ അകത്തക്കാരും തിരക്ക് ഇവിടെയായിരുന്നു കേട്ടോ. എന്തോരം കച്ചവടക്കാരാന്ന് നോക്കി. കൂടുതലും ഹിന്ദിക്കാരായിരുന്നു കേട്ടോ.
ഈ കണ്ണ മയിലിന് നമ്മൾ വാങ്ങിച്ചായിരുന്നു. ആ ഒരെണ്ണത്തിന് 80 രൂപയായിരുന്നു കേട്ടോ. ഇനി എൻ്റെ ഫേവറേറ്റ് പാനിപൂരി കഴിക്കാൻ പോവാണ്. എനിക്ക് പാനിപൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും നമ്മൾ 2 വട്ടം മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ പാനിപൂരി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ വൈക്കം ബീച്ചിലെത്തിട്ടോ. ഇതാണ് ഈ വർഷത്തെ മെയിൻ അട്രാക്ഷൻ. കണ്ടോ പരുന്തൊക്കെ തലയാട്ടണേ. ഇതേ ഡിനോസറും തലയാട്ടണുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണേ. 60 രൂപയാട്ടോ ടിക്കറ്റ്. അതാണെങ്കിൽ എല്ലാവർക്കും ഷെയ്ക്കാണ്ടൊക്കെ തരുമോ. ഇവിടെ വേറെ റോബോട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, പട്ടീനെ പോലെ ഇരിക്കണേ. ഇതും നമ്മൾ നേരെ ഇങ്ങനെ നടന്നു വരും. ഇവിടെ ഒത്തിരി റൈഡൊക്കെ ഉണ്ടാവുന്നു കേട്ടോ. മരണക്കിണറും ഉണ്ട്. ഇതാട്ടോ ഞാൻ ഇന്ന് പറഞ്ഞ മെയിൻ അട്രാക്ഷൻ. ഇതിൽ കയറണമെങ്കിൽ 300 രൂപയാട്ടോ. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇനി എങ്ങാനും സ്റ്റക്കായി പോയാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ആകാശവഞ്ചി എന്ത് പൊക്കത്തിലാ പോയെന്ന് നോക്കിയേ. കാണുമ്പോൾ തന്നെ പേടിയാവുക. ഇതിൽ കുറച്ച് പേര് കയറിയിരിക്കുന്നുണ്ട്. അവരെ ഇപ്പം തന്നെ പൊക്കും. കാണിച്ചു തരാവേ. ക്രെയിൻ പോലെ ഒരു സാധനം ആട്ടോ പൊക്കണത്. അങ്ങനെ അവർ പൊങ്ങിപ്പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വേഗം നടന്നുപോയി. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ അഷ്ടമി കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്. എൻ്റെ അഷ്ടമി വീഡിയോ ഇഷ്ടമായാൽ പറയണേ.